എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എന്താ എൻ്റെ രാവിലെ അതാണ് ഞാൻ തന്നത്. അപ്പോൾ അതെടുത്തിട്ടൊക്കെയാണ് വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇടുന്നുണ്ട് ഇപ്പോൾ, പിന്നെ കുറച്ച് ബാക്കി നാളെ ഇടാം. അങ്ങനെ കുറച്ച് പകുതി ഇടാൻ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ വീഡിയോ വലിയ ലെങ്ത് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ഇടുന്നത്. ഭാഗം 1 ഭാഗം 2 അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ചെയ്യണ പണികളാണ് ഇതൊക്കെ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ രാവിലെ വിറ്റൊന്ന് ഉമ്മറൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരും, വെള്ളമൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വിടും. ചെറിയ ഓരോ പണികൾ കഴിഞ്ഞ ശേഷമാണ് കുക്കിംഗ് ചെയ്യാൻ പോവുള്ളൂ. പിന്നെ നേരത്തെ സ്കൂളിൽ പോവുക, നേരത്തെ ജോലിക്ക് പോവുക, അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെച്ചാൽ നേരത്തെ നമുക്ക് കുക്കിംഗ് ചെയ്യാമല്ലോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നേരത്തെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. സ്കൂള്, കോളേജ്, ഓഫീസൊന്നും നേരത്തെ പോകാണ്ടെങ്കിൽ വേഗം ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ അല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം എടുത്തുണ്ടാക്കിയാൽ മതി, മെല്ലെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചില്ലറ പണികൾ ഒക്കെ കഴിച്ച ശേഷമാണ് കുക്കിങ്ങിന് പോവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്, എൻ്റെ രാവിലത്തെ ചെറിയ വിശേഷങ്ങൾ മാത്രം. വളരെ സിമ്പിളായിട്ടുള്ളതാണ് പരിപാടികൾ. അങ്ങനെ നമ്മുടെ മുറ്റം അടിക്കലും, മുമ്പൊക്കെ ചാണകം തെളിക്കും. ഇപ്പോൾ ചാണകം തെളിക്കുക അങ്ങനെയൊന്നും ഇല്ല. ചാണകം അതിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അത് പിന്നെ അങ്ങനത്തെ മിറ്റാവണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ ചാണകം തെളിക്കലൊന്നുമല്ല, നമ്മുടെ വെള്ളമാണ് തെളിക്കണത്. അത് കഴിഞ്ഞു നമ്മുടെ ഹാളൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു പോയ സിറ്റ് ഔട്ട് ഹാളും അടിച്ചു പോയ ശേഷം ഒരു തുട പാസ്സാക്കാം. തുടയ്ക്കൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിറക്കുകയാണ്. അതുകൊണ്ടാണ് വേഗം തോന്നുന്നത്. എത്ര സ്പീഡിലും ചെയ്യില്ല, കുറച്ച് മെല്ലെ ചെയ്യുള്ളൂ. അങ്ങനെയാണ് പരിപാടികൾ. അപ്പം അങ്ങനെ നമ്മുടെ ഹാളും സിറ്റ് ഔട്ടും തുടച്ച് കഴിഞ്ഞാൽ പിന്നൊരു കുളിയാണ്, പാസ്സാക്കൽ. ഓരോ വീട്ടിലും ഓരോരോ മാതിരിയാണ് ചെയ്യുക ഓരോരുത്തരും. അപ്പം ഞാൻ എൻ്റെ രീതികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഹാളൊക്കെ തുടച്ച് കഴിഞ്ഞു, സിറ്റ് ഔട്ടും തുടച്ച് കഴിഞ്ഞു. വീഡിയോ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നടന്നെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതങ്ങനെ എടുത്തോളും. അപ്പോൾ അതിന് കുറച്ച് സ്ഥലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ, അറിയും. അപ്പോൾ അങ്ങനെ അടുത്തത് കുളിക്കാനുള്ള പുറപ്പാടിലാണ്. തുണിയൊക്കെ എടുത്തിട്ട് കുളിക്കാൻ പോയി. കുളിക്കണമെങ്കിൽ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കും. പക്ഷെ ഞാൻ മുടിയിൽ എണ്ണ തേക്കിയാൽ എനിക്ക് കെട്ടിറക്കും വേണം, ചീന്തും വേണം. ഇത് രണ്ടും ചെയ്ത ശേഷമേ ഞാൻ കുളിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പുറത്ത് പോയി ഞാൻ കെട്ടിറക്കുള്ളൂ. വീട്ടിനുള്ളൊന്ന് മുടി കെട്ടിറക്കുക, മുടി ചീന്താന്ന് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മുടിയൊക്കെ ഒന്നാൽ ചീന്തി നമ്മുടെ മുടിയുടെ ചിക്കും കെട്ടൊക്കെ നല്ല കളഞ്ഞിട്ട് എന്നിട്ട് കുളിക്കുക. അതാണ് എൻ്റെ രീതി. മുടി കൊണ്ട് പുറത്തിടണം, അപ്പോഴേ സമാധാനമുള്ളൂ. പുറത്ത് ചീന്തി പുറത്ത് കളഞ്ഞാൽ അപ്പോൾ സമാധാനം മനസ്സിന്. അങ്ങനെയാണ് ചീന്തി മുടിയൊക്കെ ഒന്ന് കെട്ടറുത്ത് അതൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം പിന്നെയാണ് കുളി. എപ്പോഴും അങ്ങനെ ചെയ്യുക, എന്താ അറിയില്ല, എനിക്കങ്ങനെ തോന്നും. അപ്പോഴെനിക്ക് കുളിച്ചൊരു തൃപ്തിയാവുള്ളൂ. നിറയെ കുറച്ചധികം മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ പോയി. കൊറോണ പിടിച്ച് പോയതാണ് മുടിയൊക്കെ. പിന്നെ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവില്ല തോന്നണു. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളത് മതി. കൊറോണ പിടിച്ചിട്ടുണ്ട് പോയി മുടിയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടറുത്തു, ചീന്തലൊക്കെ കഴിഞ്ഞു. ഒരു ചീർപ്പ് എപ്പോഴും അവിടെ വയ്ക്കും. അങ്ങനെ കുളിച്ചു, കുളിയും കഴിഞ്ഞു.
ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ ഇനി അതിന് ശേഷമാണ് മറ്റു പരിപാടികളൊക്കെ. രാവിലെ എണീക്കുക, ഈ ചില്ലറ പണികൾ ചെയ്യുക, കുളിക്കുക.